ഹായ് വ്യൂവേഴ്സ്, ഇനി എലിമിനേഷൻ ആണ്. തോറ്റ ടീം സിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അതിൽ രണ്ടുപേർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ പവർ നഷ്ടപ്പെട്ടു. അതായത് ആ ടീം മോശമായത് കൊണ്ട് മാത്രമാണ്. ഇനി സ്റ്റേജിലേക്ക് മറ്റേ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ മറ്റേ ടീമിലുള്ള അംഗങ്ങളില്ലേ, അവരെയും കൂടി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അതായത് ഇനി ഇവർക്ക് പെൻഡന്റ് ടൈം പവർ ഉപയോഗിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് പൂജനെ തന്നെയായിരിക്കും അവർ ഡേഞ്ചർ സോണിലിടുക. അപ്പോൾ രഞ്ജിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു മിനിറ്റ് സമയം തരാം, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഡേഞ്ചർ സോണിലേക്ക് ഇടേണ്ടത് എന്ന്. 3 ടീമുണ്ടല്ലോ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ ജെട്ടിയ അഫ്സാനിയ അങ്ങനെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ മെജോറിറ്റി ആർക്കാണോ പൂജക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ആ പൂജക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പൂജേനെ ഡേഞ്ചർ സോണിലെ മറ്റേ ടീമിൻ്റെ കൂടെ നിർത്തുന്നുണ്ട്. പിന്നെ കാണുന്നത് രഞ്ജിനി ഇവരോട് ചോദിക്കുന്നു മെജോറിറ്റി എത്ര പേര് എന്ന് ചോദിക്കുമ്പോൾ ഇവർ 2 പേര്. അപ്പോൾ 2 പേരേ ഉള്ളൂ എന്ന് റിയാസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രഞ്ജിനിക്ക് ആകെ ദേഷ്യം പിടിച്ച് നിങ്ങൾ എന്ത് ഡിസ്കഷനാണ്, അങ്ങനെ ഇങ്ങനെ ഇവരെ പവർ മറ്റേ ഇൻഫിനിറ്റി ഡിപ്പെൻഡൻ്റ് ഇല്ല അത് ഊരി വാങ്ങിച്ച് ഇവരെ പവർ നഷ്ടപ്പെടുത്തിയേ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവരെ പവറെല്ലാം നഷ്ടപ്പെടുത്തുന്നു രഞ്ജിനി. എന്നിട്ട് പൂജനോട് ഇവരോട് ഒരു മിനിറ്റും കൂടി, ഒരു പ്രാവശ്യം കൂടി ഇവർക്ക് ചാൻസ് കൊടുക്കുന്നു, നിങ്ങൾ ഇതിലായിരിക്കാണ് മെജോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അഫ്സാനിയനെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ പൂജ വീണ്ടും നമ്മുടെ ഈ ഓഡിയൻസിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് അഫ്സാനിയ അതിലേക്ക് വരുന്നത്. ഇതിൽ രഞ്ജിന് ഭയങ്കര ഞെട്ടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ടീമിനെ. അവർ പേടിച്ച് ഇതായ പോലെ ഉണ്ടാകും. നല്ല നല്ല ഒരു ആങ്കറായി അല്ല ജഡ്ജസ് ആയിട്ടാണ് രഞ്ജിനി ഇതിൽ കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മളെ ഇവരെ പവറും നഷ്ടപ്പെട്ട് ഇൻഫിനിറ്റി പെൻഡൻറ്റും ഊരി വാങ്ങി. ഇനി നമ്മുടെ എലിമിനേഷൻ നടക്കുക. സ്റ്റിനിയ സേഫ് ആകുന്നത്. പിന്നെ എലിമിനേറ്റ് ആയ പോകുന്ന ആദ്യത്തെ ആൾ നമ്മുടെ ബിജു ആണ്. പിന്നെ രണ്ടാമത്തത് ആരാധ്യയാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു സേഫാണ് ഷിജു ആൻഡ് ഷിംജിത്ത്. ഷിജുവും ഷിംജിത്തുമാണ് 2 പേരും കൂടി ഒരുമിച്ച് സേഫാകുന്നത്. അടുത്ത എലിമിനേഷൻ നമ്മുടെ മിഥുനാണ്. മിഥുൻ കഴിഞ്ഞപ്പോഴേക്കും ഒരാളെ സേഫ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷിംജിത്താണ്. ഷിംജിത്ത് കഴിഞ്ഞപ്പോഴേക്കും റാഷിയാണ് അടുത്തത് ഔട്ടായി പോകുന്നത്. റാഷ ഔട്ടായപ്പോഴേക്കും നമ്മുടെ അഫ്നായിയെ സേഫ് ആക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വിവരങ്ങൾക്ക് വീണ്ടും കാണാം. ബൈ.